നമ്മളിപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ തടപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാൽപ്പായസം ഉണ്ടാക്കുന്നത് തടപ്പള്ളിയിലാണ്. പക്ഷേ തടപ്പള്ളിക്കുള്ളിൽ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അനുമതിയില്ല. അതുകൊണ്ട് പുറത്തു നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കാണാം. പാൽപ്പായസത്തിന്റെ നിർമ്മാണ പ്രക്രിയ അതിരാവിലെ ആരംഭിക്കും. വലിയ വാർപ്പിൽ മണിക്കിണറിലെ വെള്ളം തിളപ്പിക്കുന്നു. 7 മണിക്ക് തന്നെ പാൽ അളക്കുന്നു. പ്രത്യേക കോരികകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പാല് ചേർത്ത് വറ്റിക്കുന്നു. 4 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ പാൽ എന്ന അനുപാതത്തിലാണ് ചേർക്കുന്നത്. മണിക്കൂറുകളോളം നീളുന്ന നിർമ്മാണ പ്രക്രിയയിലൂടെ വെള്ളം മുഴുവനും വറ്റുന്നു. പാലിന്റെ 1/10 ഭാഗവും വറ്റുന്നു. വറ്റിക്കഴിഞ്ഞാൽ ഏകദേശം 11 മണിയോടെ അരിയിടും. ഉണക്കലരിയാണ് പാൽപ്പായസത്തിൽ ചേർക്കുന്നത്. 3/4 മണിക്കൂറാണ് ഉണക്കലരി വേവാൻ വേണ്ട സമയം. പഞ്ചസാര കൊണ്ടുവരേണ്ട സമയം സൂചിപ്പിച്ചുകൊണ്ട് തിടപ്പള്ളിയിലെ പാചകക്കാരനിൽ നിന്നും വാസുദേവ എന്ന് നീട്ടിയുള്ള നാമം വിളി ഉയരുന്നു. പാർത്ഥസാരഥിക്ക് നിവേദിക്കുന്നതിനായി പാൽപ്പായസം ശ്രീകോവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ഷേത്രത്തിന് മുകളിൽ കൃഷ്ണപ്പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് ദിവ്യ ചൈതന്യത്തിന്റെ മറ്റൊരു കാഴ്ചയാണ്. ഒരുപാട് സമയം എടുത്തുള്ള ഒരു പ്രോസസ്സാണല്ലോ അമ്പലപ്പുഴ പാൽപ്പായസം. അതിന്റെ രുചിയും അതുപോലെ തന്നെയാണ്. ഒരു 5 മണിക്കൂറോളം വേണം. 5 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞ 5 മണിക്കൂറാണ്. ഈ ഇവിടുത്തെ ആ കളർ വരാനായിട്ട് ഇതിങ്ങനെ പാലും വെള്ളവും കൂടെ തിളച്ച് പറ്റി ആണ് ഇങ്ങനെ കളർ വരുന്നത് തന്നെ. മിനിമം എന്തായാലും 33 ഇടങ്ങഴി പായസം എന്നും ഉണ്ടാവും. അത് കുറയാൻ പാടില്ല. അത് നേദിക്കാനുള്ള പായസം. അതെ, അത് ആൾക്കാർ 33 ഇടങ്ങഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഉദ്ദേശം എത്ര? 42 ലിറ്റർ. 42 ലിറ്റർ. ഇത്രയും രുചിയുള്ള ഈ പാൽപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമാവുന്നു. അപ്പൊ ഈ എന്താണ് ഇതിന്റെ? ഞാൻ എന്താ ഭഗവാന്റെ ഒരു ഇതെന്നല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടുന്ന് ഈശാന്തിമാരെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പാൽപ്പായസം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയായിട്ടില്ല. അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് അവിടെ കൊണ്ടുപോയി ഇവിടുത്തെ ഈശാന്തിമാരെ കൊണ്ടുപോയി വെപ്പിച്ചിട്ടുണ്ട്. അടുപ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അല്ല, എന്നിട്ടും ശരിയായില്ല. അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ കിണറ്റിലെ വെള്ളത്തിന്റെ കുറവ് കൊണ്ടാണ്. മണിക്കിണറ്റിലെ വെള്ളം ഇല്ലാഞ്ഞിട്ടാണ് പാൽപ്പായസം മോശമായത്. അപ്പൊ അതുപോലെ ഭഗവാന്റെ ഒരു ഇതായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഇല്ലത്ത് പോയിട്ട് ഇതുപോലെ ഞാൻ പറ്റിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോലും എന്റെ ഇല്ലത്ത് അമ്പലപ്പുഴ പാൽപ്പായസം എവിടെ ഉണ്ടാക്കിയാലും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്ന അത്രയും രുചി ഉണ്ടാവില്ല എന്ന്. അതിന്റെ അവസാനം കണ്ടെത്തുന്ന ഉത്തരം എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ കൃപയായിരിക്കും, ഉണ്ണിക്കണ്ണന്റെ.